ഇവരൊക്കെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണല്ലോ. അപ്പൊ ഇവരുടെ ഇംപെർഫെക്റ്റ് ആയുള്ള സാധനങ്ങളൊന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുക. കോൺക്രീറ്റ് കട്ടക്കമ്പനി പൂട്ടിച്ച പഞ്ചായത്ത് ഭരണസമിതിയെ പാഠം പഠിപ്പിക്കാൻ യൂട്യൂബറായി മാറിയ യുവാവിനെ പരിചയപ്പെടാം. പഞ്ചായത്തിന്റെ ഓരോ വീഴ്ചകൾ വീഡിയോ ആയി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ യുവാവ് നാട്ടിൽ സ്റ്റാറായി മാറി. തൃശൂർ മറ്റത്തൂർ സ്വദേശിയായ അതുൽ കൃഷ്ണയുടെ പ്രതികാരത്തിന്റെ കഥ കാണാം. ഞാൻ 2022 ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഒരു വർഷത്തിൽ തന്നെ നമ്മളൊരു 25,000-50,000 കട്ടകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വന്തം നാട്ടിൽ അങ്ങനെ ഒരു കട്ട കമ്പനി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു കട്ട ഒരു 2-3 രൂപ വെച്ച് ലാഭം കിട്ടും. അങ്ങനെ ഈ സ്ഥലത്ത് ഞാനൊരു ഷെഡൊക്കെ അടിച്ച് പഞ്ചായത്തിലെ ഒരു വ്യവസായത്തിന്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ആളെ സമീപിച്ചു. അപ്പൊ KSIFT എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്. 3 വർഷത്തേക്ക് പിന്നെ വേറെ ലൈസൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ കട്ട കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എനിക്ക് ഏകദേശം മുടക്കുമുതൽ എന്ന് പറഞ്ഞൊരു 9 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ദിവസം ഒരു 1500 കട്ടയ്ക്ക് പ്രൊഡക്ഷൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി 13ാമത്തെ ദിവസം പഞ്ചായത്തുകാർ വന്നിട്ട് ഇപ്പൊ എന്നെ അടച്ചുപൂട്ടണം, സ്റ്റോപ്പ് മമ്മിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വളരെ മോശമായിട്ട് രീതിയിലാണ് പറഞ്ഞത്. അപ്പോ ഇവരൊക്കെ നമ്മൾ ഒരു സംരംഭകനെ കാണുന്നത് സാധാരണക്കാരനായിട്ടല്ല, നമ്മൾ ഭയങ്കര പൈസ ഉള്ള ആൾക്കാരെ പോലെയാണ് നമ്മൾ. ഞാനെന്താ വെച്ചാൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണ്. എന്റെ 27ാമത്തെ വയസ്സിൽ ഞാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ്. അങ്ങനെ ഈ കട്ട കമ്പനി ഇവരൊറ്റടിക്ക് സാധനം പൂട്ടിക്കുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് ബേസിക് ആയിട്ട് ഒന്നും അറിയില്ല. ആ ഒരു ഫീല് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് വേണ്ട ഒരു ഫിനിഷിംഗ് സ്കൂള് ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം. അങ്ങനെ ഞാൻ ഈ കട്ട കമ്പനീനെ മൊത്തം ബ്രിക്ക് വർക്കൊക്കെ ചെയ്ത് ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഇത് കട്ട കമ്പനിയാണെന്ന് തോന്നിക്കരുത്. ഞാൻ എന്റെ വാശിയും എന്നെ എന്ത് ചെയ്തു, ഈ സാധനം ഇങ്ങനെ തുടങ്ങി. യൂട്യൂബറായിട്ട് എങ്ങനെ വന്നത്? ആദ്യം ഈ ഇൻസ്റ്റയിലൊക്കെ എങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങി? ഇവരൊക്കെ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണല്ലോ. അപ്പൊ ഇവരുടെ ഇംപെർഫെക്റ്റ് ആയുള്ള സാധനങ്ങളൊന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇവരുടെ മൂക്കിന് താഴെ തന്നെ ഉള്ള സ്ഥലത്ത് ഇവർ പ്ലാസ്റ്റിക് അങ്ങോട്ട് കൂട്ടിയിട്ടേക്കുക. ഹരിതകർമ്മസേനയുടെ വേസ്റ്റും തോട് ക്ലീൻ ചെയ്ത വേസ്റ്റും ഒക്കെ ആയിട്ട് ഇവർ കൂട്ടിയിട്ടു. ആ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 50,000 പേരുണ്ട്. പിന്നെ അത് 1 ലക്ഷം ആളായി. പിന്നെ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ഭയങ്കര സപ്പോർട്ടായി. എന്റെ ഈ നാട്ടുകാര് ഞാൻ ഈ പ്രതികരിച്ചപ്പോഴാണ് ആൾക്കാർക്ക് കമന്റ് അടിക്കാൻ പേടിയാ. ഇവര് ആ കമന്റ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് പേഴ്സണൽ മെസ്സേജ് ആക്കി എന്നെ വിളിക്കും, നല്ല കാര്യമായിട്ട് നീ ചെയ്തേ, നല്ല കാര്യമാണ് ചെയ്തേ. അപ്പൊ ഇവരെന്നെ എന്താ പറയാ, അടുത്തൊരു വിഷയമുണ്ട്, അംഗനവാടി മോശാവസ്ഥയിലാണ്. അത് നാട്ടുകാർ വിളിച്ചു തുടങ്ങി, നാട്ടുകാർ മൊത്തം വിളിച്ചു തുടങ്ങി. അടുത്ത പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു തുടങ്ങി, അടുത്ത മണ്ഡലത്തിൽ നിന്ന് വിളിച്ചു തുടങ്ങി. വീഡിയോ ചെയ്യണം, വീഡിയോ നിർത്തരുതെന്ന് പറഞ്ഞു. ഇതൊരു സീരിയല് നടത്താനുള്ള കണ്ടന്റ് ഉണ്ട് നമുക്ക്. ഈ ഒരു നോട്ടീസാണ് പഞ്ചായത്ത് കട്ടക്കമ്പനി പൂട്ടാൻ വേണ്ടി കൊടുത്ത നോട്ടീസ്. ആ നോട്ടീസ് ഇങ്ങനെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഓരോ ദിവസം ഇത് വായിക്കുമ്പോൾ പോസിറ്റീവ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കാണുന്നതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഒരു മൂഡ് ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് വൈബിലേക്ക് മാറും. അപ്പൊ അതുലിനെ പോലെ പ്രതികരണ ശേഷി ഉള്ള ആളുകൾ ഇനിയും ഉണ്ട്, ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുലിന്റെ പ്രതികാരം തുടരട്ടെ.